ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 321. നമ്മൾ 62ാമത്തെ ഉപനിഷത്തായിട്ട് പ്രശ്നോപനിഷത്താണ് നോക്കുന്നത്. അതിൽ പ്രശ്നം 1 9 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നമ്മളെ സൃഷ്ടിയെല്ലാം സൂര്യനുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സൃഷ്ടി, നമ്മുടെ കർമ്മങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിലൂടെ തന്നെ അത് ജ്യോതിഷവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുകയാണ്. സൂര്യനാണ് നമ്മുടെ ആത്മാവായിട്ട് നമ്മളെ ഉള്ളിൽ കിടന്ന് പ്രേരിപ്പിക്കുന്നത്. ചന്ദ്രനാണ് നമ്മളെ ശരീരത്തിൻ്റെ ബോഡി ബിൽഡിങ്ങിനും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം ദൃശ്യമായ പ്രപഞ്ചം ചന്ദ്രനുമായിട്ടും അല്ലെങ്കിൽ പ്രകൃതി ചന്ദ്രനുമായിട്ടും പുരുഷൻ അല്ലെങ്കിൽ പ്രേരക ശക്തി സൂര്യനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം അതിനെ ഇനി ജ്യോതിഷുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിൽ പോകാൻ പോകുന്നത്. അപ്പം 9 പറയാണ്, ഭാവം എന്നത് 12 മാസങ്ങളോടുകൂടിയ സംവത്സരമാകുന്ന കാലം തന്നെയാകുന്നു. കാലചക്രത്തെയാണ് 12 രാശികളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഭൂമിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ 12ആയി തിരിച്ചതിനാണ് 12 രാശി എന്ന് പറയുന്നത്. എന്നാൽ ഭാവം എന്നത് നമ്മൾ ജനിക്കുമ്പോൾ ആ സ്ഥലവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് 12ആയി തിരിച്ചതാണ് ഭാവങ്ങൾ. അതിലൂടെയാണ് നമ്മുടെ ഫലം പറയുന്നത്. അതാണ് ഭാവഫലം. രാശിയായി വെച്ചിട്ടാണ് സാധാരണ ഫലം പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ജനിച്ച അടിസ്ഥാനമാക്കി 12 രാശികളെ ഭാഗങ്ങളായി തിരിച്ചിട്ട് ഭാവഫലം പറയണം. അതാണ് ഭാവം എന്നത് 12 രാശികൾ തന്നെയാണ്. അതായത് 12 രാശികളാണ് നമ്മളെ ഭൂമിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം. അതിനെ നമ്മളെ അടിസ്ഥാനമാക്കി വേർതിരിക്കുകയാണ് 12ആയിട്ട്. അതാണ് ഭാവം. അത് കാലം തന്നെയാവുന്നു എന്ന് പറഞ്ഞാൽ ആ കാലം, നമ്മുടെ കാലം മുന്നോട്ടേക്ക് പോകുന്നത് ആ ഭാവചക്രം അനുസരിച്ച് തന്നെയാണ്. അത് രാശിചക്രത്തിലാണ് ഉള്ളത്. അതിൽ സൃഷ്ടിയുടെ കാരണമായ പരമേശ്വരൻ തന്നെയാണ്. അത് തന്നെയാണ് പരമേശ്വരനായിട്ട് എടുക്കേണ്ടത്. സൃഷ്ടിയുടെ കാരണക്കാരനായ പരമേശ്വരൻ കാലമാകുന്നു പരമേശ്വരൻ. അതായത് ഈ രാശിചക്രം തന്നെയാണ് പരമേശ്വരൻ. ആ പരമേശ്വരനിലാണ് നമ്മളെ ഭാവചക്രമുള്ളത്. നമ്മളും ആ പരമേശ്വരൻ തന്നെ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ കാലമാകുന്നു. അപ്പം കൃഷ്ണനായാലും രാമനായാലും അത് കാലമാകുന്നു. കാലം 4 തരമുണ്ട്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആ ഓരോ കാലഘട്ടത്തെയാണ് പരശുരാമനായിട്ടും രാമനായിട്ടും കൃഷ്ണനായിട്ടും കൽക്കിയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും വ്യക്തികളല്ല. കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് പറയുന്നു എന്നല്ലാതെ പരമേശ്വരൻ കാലമാകുന്നു. പരമേശ്വരൻ കാലമാകുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ കാലത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള 12 രാശികൾക്ക് 12 അയനങ്ങളുണ്ട്. 2 അയനങ്ങളുണ്ട്. 6 മാസങ്ങൾ കൂടിയിട്ട് ഇതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ 12ആയി തിരിച്ചിട്ട് മേടം, ഇടവം എന്നീ മാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 1 6ഉം ഈ രാശിചക്രത്തിൽ മുകളിൽ വരുന്നത് 6ഉം താഴെ വരുന്നത് 6ഉം. മുകളിൽ വരുന്നതാണ് നമ്മളൊക്കറിയാം മകരം 1 മുതൽ മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം. ഈ 6 എണ്ണം
മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് അതിന് ഉത്തരായനം എന്ന് പറയുന്നു. അത് തൊട്ട് കർക്കിടകം തൊട്ട് താഴെയുള്ളതിനെ 6 ദക്ഷിണായനം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ 2ആയും തിരിച്ചിട്ടുണ്ട്. 12ആയിട്ടല്ല തിരിച്ചിരിക്കുന്നത്, 2ആയിട്ടും തിരിച്ചിട്ടുണ്ട്, 3ആയിട്ടും തിരിച്ചിട്ടുണ്ട്, 4ആയിട്ടും തിരിച്ചിട്ടുണ്ട്, അങ്ങനെ 30ആയിട്ടും എല്ലാം തിരിച്ചിട്ടുണ്ട്. യുക്തിവാദികൾ പറയുന്നതായിട്ട് എന്തിനാണ് 12 ഒന്ന് 13 ആക്കിയാൽ എന്താ കുഴപ്പം? എല്ലാം ആക്കിയിട്ടും തിരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കേട്ടത് 12 മാത്രം കേട്ടത് കൊണ്ട് അത് കേട്ടവരുടെ കുഴപ്പം, അവരുടെ അജ്ഞത. ഇപ്പം 2ആയിട്ട് തിരിക്കുമ്പം ഒന്നിൽ 6 മാസങ്ങൾ വരും, അല്ലെങ്കിൽ 6 രാശികൾ വരും. അത് മുകളിലും താഴെയായിട്ട് ചിത്രീകരിക്കുമ്പോൾ അതിനെയാണ് 2 അയനങ്ങളുണ്ട് ഉണ്ട് ഉത്തരായനവും ദക്ഷിണായനവും. ദക്ഷിണായനത്തിലെ 6 മാസങ്ങൾ കാലത്ത് സൂര്യൻ തെക്കേ ദിശയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ദക്ഷിണായന കാലത്ത്, അതായത് കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു ഈ മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ ദക്ഷിണായന കാലത്താണ് ജനിച്ചത്. എല്ലാ മകരം തൊട്ടിട്ട് മിഥുനം വരെയുള്ള മാസത്തിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ ഉത്തരായന കാലത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും 6 മാസങ്ങളുണ്ട്. ഉത്തരായന 6 മാസം സൂര്യൻ മുകളിലും സഞ്ചരിക്കും, 6 മാസം ദക്ഷിണായന ഭാഗത്തും സഞ്ചരിക്കും. ഇതിൽ ഉത്തരാംഗം പ്രാണനാണ്. ഇതിൽ മുകളിലുള്ള ഉത്തരാംഗത്തിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് വിശ്വത്തിൻ്റെ ആത്മസ്വരൂപരായ അന്തരാമിയായ പരമേശ്വരൻ്റെ സ്വരൂപമാണ്. അപ്പോഴും മുകളിലുള്ള 6 മാസങ്ങൾ, മകരം തൊട്ടിട്ട് മിഥുനം വരെയുള്ള 6 മാസങ്ങൾ അന്തരാമിയായിരിക്കും നമ്മളെ ഉള്ളിലിരിക്കുന്ന ആ പരമേശ്വരൻ്റെ സ്വരൂപമാണ്. അത് പ്രാണനാണ്. എല്ലാത്തെയും ദ്വയമായി തിരിച്ചതുകൊണ്ട് ഈ രാശിചക്രത്തെയും ദ്വയമായി തിരിച്ചിട്ടുണ്ട്. മുകളിലുള്ളതാണ് പ്രാണൻ, അത് പരമേശ്വരൻ തന്നെയാണ്, അത് സൂര്യനാണ്. ദക്ഷിണായനം രയിയാണ്. പ്രാണനും രയിയായിട്ട് പറഞ്ഞിട്ടില്ലേ? അപ്പം ദക്ഷിണായനം രയിയാണ്. അപ്പം 12 മാസങ്ങളിൽ പകുതിയായി തിരിച്ചിട്ട് ഉത്തരായണം പ്രാണനും ദക്ഷിണായനം രയിയാണ്. രയിയുടെ മറ്റേത് സൂര്യനും മറ്റേ ചന്ദ്രനുമാണ്. അപ്പോൾ ഉത്തരായനത്തിൻ്റെ കാലം സൂര്യൻ്റെ കാലവും ദക്ഷിണായനത്തിൻ്റെ കാലം ചന്ദ്രൻ്റെ കാലവുമാണ്. ചന്ദ്രൻ നമ്മളെ ബോഡിയായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നതായതുകൊണ്ട് ബൗദ്ധിക കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് കുറച്ച് കൂടുതലാണ്. അത് ബാഹ്യഭോഗ്യസ്വരൂപമാണ്. അപ്പം ദക്ഷിണായനം ബാഹ്യഭോഗ്യസ്വരൂപം എന്ന് പറയുകയാണെങ്കിൽ, കാരണം അത് രയിയാണ്, ചന്ദ്രനാണ്, അത് ഹാർഡ്വെയർ, മുകളിലുള്ളത് സോഫ്റ്റ്വെയറായ സൂര്യൻ്റെ രാശിയാണ്. അപ്പോൾ നമ്മൾ ഉത്തരായനത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക് കുറച്ചും കൂടി അടുക്കും. ദക്ഷിണായനത്തിൽ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പരിധിയിലാണ്. ആ ചന്ദ്രൻ ബൗദ്ധികമായ കാര്യങ്ങളിലാണ് താല്പര്യം കൂടി വരിക. ഈ ലോകത്തിലെ മനുഷ്യർ സംസാരാദി ഭോഗങ്ങളിൽ ആസക്തരായിരിക്കുന്നു. അതായത് ദക്ഷിണായന കാലത്ത് ജനിക്കുന്നവരിൽ സൂര്യൻ ദക്ഷിണായനത്തിൽ വരുമ്പോൾ, ചന്ദ്രൻ്റെ രാശികളിൽ വരുമ്പോൾ മനുഷ്യർ ഭോഗസുഖങ്ങളിൽ തൽപരരായിത്തീരുന്നു. അയാൾ യജ്ഞങ്ങൾ നടത്തി ദേവകളെ പൂജിക്കുന്നു. ദേവകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യജ്ഞങ്ങൾ നടത്തിയിട്ട് ഭൗതിക വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തിൽ അവർ ഓടി നടക്കും. ദക്ഷിണായന കാലത്തിൽ മാസങ്ങളിൽ ജനിക്കുന്നവർ.
അപ്പോൾ ഈ കമ്പ്യൂട്ടർ, ഈ മൊബൈൽ, ഇതിലെല്ലാം താല്പര്യമുള്ള ആൾക്കാർ അത്തരം ഭൗതിക വസ്തുക്കൾ, ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അവയിൽ ആകൃഷ്ടരായിട്ട് അതിൻ്റെ പിന്നാലെ ഭൗതിക സുഖത്തിന് വേണ്ടി അവർ ഓടി നടക്കും. അതിൽ ബ്രാഹ്മണ ശ്രേഷ്ഠരായ ആൾക്കാർ, ആ ദക്ഷിണായനത്തിൽ ജനിക്കുന്നവരിൽ ഉയർന്ന ചിന്ത, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ജ്ഞാനം നേടിയവർ, അത് ഭൗതികവാദികളാണ്. ആ ഭൗതികവാദികളിൽ ജ്ഞാനം നേടിയ ബ്രാഹ്മണരെ ധനാദികളാൽ സൽക്കരിക്കുക. അവരെന്ത് ചെയ്യും? ധനങ്ങളും ധാന്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ സേവിക്കും, ദുഃഖിക്കുന്നവർക്ക് സേവനം നൽകും. കിണർ, കുളം, ആശുപത്രി, പൂന്തോട്ടങ്ങൾ, ആതുരാലയങ്ങൾ, ഇങ്ങനെ മുതലായ എല്ലാം ജനങ്ങൾക്ക് ഉപയോഗമുള്ള സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിച്ചിട്ട് ധർമ്മനിഷ്ഠമായി കർമ്മം ചെയ്യും. അപ്പം ദക്ഷിണായനത്തിൽ ജനിച്ചത് കൊണ്ട് മോശമായി പോകണമെന്നൊന്നുമില്ല. ദക്ഷിണായന കാലത്തിൽ ജനിച്ചവരും നല്ല ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, ഉയർന്ന നല്ല നിലയിൽ ചിന്തിക്കുന്ന ആൾക്കാർ പരോപകാരപ്രദമായിട്ട് ജനത്തിൻ്റെ സുഖത്തിന് വേണ്ടി അവർ ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കും. അതിലുള്ള നല്ല ആൾക്കാർ. ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കും, മറ്റുള്ളവരെ പറ്റിച്ച് സുഖം സ്വന്തം താല്പര്യത്തിന്. അപ്പോൾ അതിലും തന്നെ നല്ല ആൾക്കാരും മോശ ആൾക്കാരും ഉണ്ട്. അതുവഴി ഇഹ പരലോകത്തിലെ ഭോഗസുഖങ്ങൾ ഉദ്ദേശിച്ച് യജ്ഞം അനുഷ്ഠിക്കുന്നു. അവരെല്ലാം ഈ ലോകത്തിലും പരലോകത്തിലും എല്ലാം എന്തല്ലോ സുഖം കിട്ടണം എന്നുള്ള ഇച്ഛയാലാണ് യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. ഈ ലോകത്ത് കിട്ടണം, ഇനി മരിച്ചു കഴിഞ്ഞാൽ കിട്ടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ യജ്ഞങ്ങൾ നടത്തുകയാണ്, സുഖം നേടാൻ വേണ്ടിയിട്ട്. അത് ആ പരമേശ്വരൻ്റെ ദക്ഷിണാംഗം പരമേശ്വരൻ തന്നെയാണ്. ഉത്തര ഭാഗത്തുള്ളത് ഉത്തരാംഗവും ദക്ഷിണ ഭാഗത്തുള്ളത് ദക്ഷിണാംഗവും. അത് പരമേശ്വരൻ്റെ ദക്ഷിണാംഗത്തിൻ്റെ ഉപാസനയാണ്. ആ ജനങ്ങൾ പരമേശ്വരൻ്റെ ദക്ഷിണാംഗത്തെയാണ് ഉപാസിക്കുന്നത്, ഭൗതിക സുഖങ്ങളെയാണ് ഇച്ഛിച്ചുകൊണ്ട് യജ്ഞങ്ങൾ നടത്തുന്നത്. ആ യജ്ഞവും നല്ല നിലയിൽ ചെയ്യാം, ലോക നന്മക്കായിട്ട് ചെയ്യാം, അവരെ ബ്രാഹ്മണരെന്ന് പറയാം. ഇതിലൂടെ അവർ ചന്ദ്രലോകം പ്രാപിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ അവർ ചന്ദ്രലോകത്തെയാണ് പ്രാപിക്കുന്നത്, അതായത് ഭൗതിക ലോകത്തെയാണ് പ്രാപിക്കുന്നത്. അവിടെ അവർ സ്വർഗത്തിലെ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച ശേഷം, മരിച്ചതിട്ട് അവിടെ പോയിട്ട് സുഖമായി ഇരുന്നതിൻ്റെ ശേഷം, ചന്ദ്രലോകത്തിൽ ഇരുന്നതിൻ്റെ ശേഷം വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അവർക്ക് പുനർജന്മമില്ല. അവരിങ്ങനെ മരിച്ചും സുയിച്ചും കുറേ ഇവിടെ വന്ന് എന്തെല്ലോ സുഖത്തിന് വേണ്ടി ഓടി നടന്നിട്ട് മരിക്കുന്നു, പിന്നെ പോകുന്നു, കുറച്ചു കാലം അവിടെ ചുമ്മാ ഇരിക്കുന്നു ചന്ദ്രലോകത്തിൽ, എന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ജനന മരണ ചക്രത്തിലകപ്പെട്ട് കഴിയുന്നു. ഇതാണ് പിതൃയാന മാർഗം. പിതൃക്കളായി പോവുക, തിരിച്ചു വരിക. മരിച്ചവർ മുകളിൽ പോയി ചന്ദ്രലോകത്തിലിരിക്കും. ചന്ദ്രലോകം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനുള്ള സ്ഥലം തന്നെ. എവിടെയോ കറങ്ങുന്നതെന്ന് അർത്ഥം. എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങളിലാണുള്ളത്, അത് ചന്ദ്രനിലാണുള്ളത് എന്ന് പറയുകയാണ്, സൂര്യനിലല്ല. മോക്ഷം കിട്ടുന്നില്ല. അതുകൊണ്ട് ചന്ദ്രനിൽ നിന്നുള്ള ബലം കൊണ്ടാണ് അവർ ജനിക്കുന്നത്, ചന്ദ്രബലത്തിലാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ അവർ മരിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ പിതൃക്കളായി മാറുന്നു. പിതൃലോകമാണ്. മരിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥക്കാണ് പിതൃലോകം എന്ന് പറയുന്നത്. നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിലിരിക്കുന്നു അതാണ് പിതൃലോകം. ബ്രഹ്മസാക്ഷാത്കാരം നേടിയാണെങ്കിൽ നേരെ ബ്രഹ്മത്തിൽ സൂര്യനിലൂട്ടി അങ്ങ് പോകും. അല്ലെങ്കിൽ അവിടെ പോയി കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. പട്ടിയോ പൂച്ചയോ ഏതായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇനി 10
ഇത്തരം കാമങ്ങളിൽ നിന്നും ഭിന്നമായി ചിന്തയുള്ളവർ ഇത്തരം കാമങ്ങളിൽ ഈ ഭൗതിക ലോകത്തിലെ സുഖലോക തൽപരതയിൽ താല്പര്യമില്ലാത്തവർ, ഈ കാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ ലോകത്തിൽ താല്പര്യമില്ലാത്തവർ ഈ സംസാരത്തിൻ്റെ അനിത്യതയും അവരൊരു സത്യം മനസ്സിലാക്കുന്നു. ഈ സംസാരം എന്ന് പറഞ്ഞാൽ സ്ഥായിയൊന്നുമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് വിട്ടു പോകേണ്ടതാണ്. ചാടിപ്പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവസാനം മരിച്ചിട്ട് പോകേണ്ടതാണ്, സ്ഥായിയല്ല. പിന്നെയോ ദുഃഖസ്വരൂപമാണ്. ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെയാണ്. എന്ത് നേടിയാലും സുഖം കിട്ടാൻ പോകുന്നില്ല. വേദങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഭൗതിക ലോകത്തിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും എന്ത് സുഖം നേടാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സുഖം കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം 99% ദുഃഖമാണ്. അതുകൊണ്ട് ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു ചിന്തയും വേണ്ട. ഈ നാട്ടിലുള്ള എല്ലാവരും ദുഃഖം തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമുക്കേ ദുഃഖമുള്ളൂ എന്ന്. നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം. ഞാൻ സിനിമയിൽ വലിയ മറ്റേതാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അഭിനയിക്കേണ്ട എന്തായിട്ടായിരിക്കണം, അടിമയായിട്ടായിരിക്കും അഭിനയിക്കുന്നുണ്ടാവുക. നല്ല മനുഷ്യനാണ്, എത്രയോ വില്ലന, നല്ല ഏറ്റവും ലോകത്തിൻ്റെ അംഗീകാരം നേടിയ നായകനായിരിക്കും. ഇവിടെ പിച്ചക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ മറ്റേവൻ ഇയാളെ ചീത്ത പറയും. അതെല്ലാം കണ്ട് ഏമ്പ്രാൻ എന്നും പറഞ്ഞിരുന്നോളാം. കഷ്ടപ്പാടല്ലേ അവിടെ. ഉള്ളിൽ ഇതെല്ലാം സഹിക്കുമോ? അതുപോലെ ജീവിതത്തിൽ എന്താണ്, അവിടെ നാടകത്തിൽ അഭിനയിക്കുന്ന നരകം തന്നെയാണ്. ഒരു സ്വാതന്ത്ര്യവുമില്ല. നിർമ്മാതാവും സംവിധായകനും എല്ലാം പറയുന്നതനുസരിച്ച് വേഷം കെട്ടി നടന്നുകൊള്ളുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തിലും. നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് ആശാനാണ് നമ്മളെ കൊണ്ട് ഇത് അത്രയും ചെയ്യിക്കുന്നത്. നമ്മളത് ചെയ്യിക്കുന്ന വെറും കോമാളികളെ മാതിരി നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദുഃഖമേ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ദുഃഖം തന്നെ. എല്ലാവരും പറയുന്നതനുസരിച്ച് വെള്ളത്തിൽ മുങ്ങണം, ചിലപ്പോൾ ചളിയിലെല്ലാം വീണ് കളിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. നായകന്മാർ വലിയ നടന്മാരാണ്. ചളിയിൽ അല്ലെങ്കിൽ മറ്റേ അഴുക്ക് ചാലിലെല്ലാം വീണിട്ടെല്ലാം ഈ ചാണകക്കുഴിയിലെല്ലാം വീണ് എണീറ്റ് ഇവിടുന്ന് കണ്ടിട്ടില്ലേ? ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ജീവിതത്തിലാണെങ്കിലോ ഇപ്പം ദുഃഖമാണ്. നാടകത്തിൽ അവസാനം ആദ്യം കുറേ പൈസ വാങ്ങി ബാങ്കിലിടും. പിന്നെ അവർ പറയുന്ന കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കലാണ് ജീവിതം. ഇവിടെ പൈസയും തരുന്നില്ല ഈ ജീവിതത്തിൽ. നിങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുത്തും. കിട്ടുന്ന എന്തെങ്കിലും ഇടയ്ക്ക് കുറച്ച് കിട്ടും. ഒരു വർഷം പഠിച്ചാൽ അവസാനം ഒരു ദിവസം റിസൾട്ട് എല്ലാത്തിലും പ്ലസ്. അത് എത്ര നേരം? 1 മിനിറ്റ്. പിന്നെ അടുത്ത പുസ്തകം എടുക്കുമ്പോൾ ഇതെല്ലാം പോയി. അപ്പം ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണുണ്ണി. അതുകൊണ്ട് ആരും ദുഃഖം എന്ന് വെച്ച് വെറുതെ വിഷമിക്കണ്ട. ഇത് അഭിനയിച്ച് തീർക്കുകയാണ്. ഭംഗിയായിട്ട് അഭിനയിച്ചു കൊടുത്തുകൊള്ളുക. അല്ലാതെ ദുഃഖത്തിൽ മോചനം ചേരണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്തും ചെന്നിട്ട് ഒരു കാര്യമില്ല. അവരതിനെക്കാട്ടിയും കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും എല്ലാം ഇതേമാതിരി കഷ്ടപ്പെടുകയാണ്. ആകെ ഏകനായ ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, ആ ബ്രഹ്മം. അതിൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും രുദ്രനും ഭദ്രകാളിയും കാളിയും ഭദ്രകാളിയും എല്ലാം. നമ്മളും എല്ലാം നമ്മളെക്കാട്ടിയും കഷ്ടമാണ് അവരെ ഗതികേട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭദ്രകാളിക്കെല്ലാം എന്താണ് കാര്യം? ഏതോ ഒരാൾ ഭിക്ഷ അവിടെ കൊണ്ടുപോയിട്ട് 10 ഉറുപ്പ്യ കൊടുത്തിട്ട് പറയും, ഭദ്രകാളി ഇന്ന ശത്രുവുണ്ട്, അവിടെ പോയിട്ട് അവനെ കൊന്ന് ശരിയാക്കണം. ഓ, ഭദ്രകാളി ആ 10 ഉറുപ്പ്യയും വാങ്ങിയിട്ട് വാളും എടുത്തിറങ്ങും. ഏത്? അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഒന്ന് ഗതികേട് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാനൊരു ഭദ്രകാളീൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പോയിട്ട്
എൻ്റെ ശക്തിയുണ്ട്, അവൻ്റെ തലയിൽ നീ ഇടിത്തീ വീഴണം, ഇന്നാ പിടിച്ചോ 10 റുപ്യ. മൃത്യുഞ്ജയ ഹോമം പിടിച്ച് കൊടുത്തോ, 10 റുപ്യ 50 റുപ്യ എന്താ. ഇതാണ് പണി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ ഭാവനയിലനുസരിച്ച് അവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം അവർക്ക് 24 മണിക്കൂറും ജോലിയാണ്. നമ്മൾ പറയുന്നുണ്ട് അത് രാത്രി കിടത്തി ഉറക്കും ദേവനെ. ദേവൻ ഉറങ്ങിയാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയിട്ട് രാവിലെ എണീപ്പിക്കും, കുളിപ്പിക്കും. അങ്ങനെയല്ല നമ്മളെന്തല്ലോ ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഈശ്വരൻ്റെ അവസ്ഥ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് 24 മണിക്കൂറും നമ്മളെ ഉള്ളിൽ ആ ശക്തി ഉറക്കമൊളിച്ചിട്ടാണ് നമ്മളെ ജീവനെ കാത്തുകൊണ്ടിരിക്കുന്നത്. എത്ര കഷ്ടപ്പാടാണെന്ന് നോക്കിയേ. ആ ബ്രഹ്മം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് 24 മണിക്കൂറും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഉറങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ എന്തെല്ലോ തെറ്റായ ധാരണകൾ. എന്തിനു വേണ്ടി? സുഖത്തിന് വേണ്ടി. എന്ത് സുഖ കിട്ടാൻ പോകുന്ന? വേദം പറയുന്ന സുഖമില്ല ദുഃഖമാണ് ഉണ്ണി ഈ ഭൗതിക ലോകം. സുഖം എവിടെയാണ്? ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഭാര്യയും മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഉടുതുണി അടക്കം വലിച്ചു കളഞ്ഞിട്ട് ഭ്രാന്തനെ പോലെ പോയിക്കോളെ, ബ്രഹ്മമേ ശരണമെന്ന് വെച്ചുകൊണ്ട്. അതാണ് സന്യാസ ജീവിതം. അപ്പം ഇത്തരം സംസാരത്തിൻ്റെ അനിത്യവും ദുഃഖസ്വരൂപവും മനസ്സിലാക്കി, അതായത് ദുഃഖമാണിത്, ഇതിൽ നിന്നും മോചനമില്ല, ഒരാൾക്കും രക്ഷിക്കാൻ പറ്റില്ല. ജ്യോത്സ്യർ പോലും കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നേരാണ് ജ്യോത്സ്യരെടുത്ത് പോയിട്ട് പറയുന്നത് എന്നെ ഒന്ന് രക്ഷിക്കുക. അതിൽ നിന്നും എന്നിട്ട് എന്ത് ചെയ്യുന്നു? തികച്ചും വിരക്തനാകുന്നു. അപ്പോൾ ഉത്തരായനത്തിൽ അങ്ങനെ മേടമാസം, അപ്പം മേടത്തിലെല്ലാം ജനിച്ചവരൊന്നും വിരക്തനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ഇത്തരം രാശികളിൽ ജനിച്ചവർക്കാണ് മോക്ഷപ്രാപ്തിക്കുള്ള സാധ്യത. അല്ലേ, മരിക്കുമ്പോഴും ഇത്തരം സമയത്ത് മരിക്കണം. മേടമാസത്തിൽ ജനിച്ചിട്ട് കർക്കിടകത്തിൽ മരിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. മരിക്കുന്നതും ആ മാസത്തിൽ അങ്ങനെ വരണം, ജനനവും ആ മാസങ്ങളിൽ വരണം. പിന്നെ സൂര്യചന്ദ്രന്മാർ അതിനനുസരിച്ച പൊസിഷനിൽ നിൽക്കണം. ഇങ്ങനെ എല്ലാം കുറേ ഘടകങ്ങൾ ഒത്തു വരുമ്പോൾ മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ. അപ്പം മോക്ഷം ലഭിക്കാനുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഉത്തരായണത്തിൽ ജനിക്കണം. അത് ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതാ മേടത്തിലാണ് ജനിച്ചത്, ഞാൻ സ്വർഗം പോകുമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. കാരണം സൂര്യൻ കിടക്കുന്ന ചന്ദ്രൻ കിടക്കുന്നതും എല്ലാം ആശ്രയിച്ചാണ് അതിൻ്റെ അവസ്ഥയിരിക്കുന്നത്. മരിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കിയിട്ടാണ് അതിൻ്റെ അവസ്ഥയിരിക്കുന്നത്. മേടത്തിൽ ജനിച്ചവർ ഈ ഉത്തരായണത്തിൽ മരിക്കണം എന്നൊന്നുമില്ലല്ലോ. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകം മാത്രമേ ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ജ്യോതിഷത്തിൽ ചിലവർ ഓരോ മന്ത്രം പറഞ്ഞിട്ട് ഫലം പറയുന്നതാണ്. ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ഉത്തരായണത്തിൽ ജനിച്ചാൽ സ്വർഗപ്രാപ്തി എന്ന് പറഞ്ഞാൽ ബാക്കി എന്തെല്ലോ ഘടകങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മന്ത്രം പറഞ്ഞിട്ടല്ല ഫലം പറയേണ്ടത്. അനേക മന്ത്രങ്ങൾ ഒരു വിഷയത്തെപ്പറ്റി തന്നെയുണ്ട്. അതിനെയെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫലങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ഈ ഉത്തരായനത്തിൽ ജനിച്ചവർ നമ്മൾ ഭൗതിക സുഖങ്ങളിലൊന്നും വിരക്തി വന്നവരാണെന്നൊന്നും ചിന്തിച്ചു പോകരുത്. അങ്ങനെയൊന്നുമല്ല. അത് ജ്യോതിഷത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ്. ഇത് ഒരു ഘടകം പറയുകയാണ്. അവർ ശ്രദ്ധയോടുകൂടി, അപ്പം അങ്ങനെയുള്ള മോക്ഷം പ്രാപിക്കാൻ അർഹരായവർ ശ്രദ്ധയോടുകൂടി, അപ്പോൾ ഉത്തരായനത്തിൽ ജനിച്ചാലും പോരാ, വിരക്തി വരണം. വിരക്തി വന്നാലല്ലേ ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ മേടമാസത്തിൽ ജനിച്ച ഒരാൾ മേടമാസത്തിൽ ജനിച്ചാൽ ഞാൻ ഇതാ വിരക്തി വന്നു എന്ന് പറഞ്ഞാൽ അവനെവിടെ വിരക്തി വരാൻ പോകുന്ന? വിരക്തിയും വരണം. അപ്പോൾ ഒരു ഘടകമാകുന്നുണ്ട്, ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. 100 പോയിന്റിൽ 1 പോയിന്റ്. മേടം മാസങ്ങളിൽ ജനിച്ചാൽ 1 പോയിന്റ് കിട്ടി. അത് പോരാ. അപ്പം അവർ ശ്രദ്ധയോടുകൂടി ത്യാഗമയമായ ജീവനെ നയിക്കുകയും ആധ്യാത്മിക വിദ്യയിലൂടെ,
അപ്പം ത്യാഗമയമായ ജീവിതം അവർ നയിക്കണം. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, നീ നിന്റെ കർമ്മം ചെയ്യുക, എനിക്കായിക്കൊണ്ട് ചെയ്യുക. അതാണ് ത്യാഗപൂർണമായ ജീവിതം. നമ്മൾ മേടമാസത്തിലോ ഇടമാസത്തിലോ ജനിച്ചാലും പോരാ, വിരക്തി ഉണ്ടാകണം. പക്ഷേ കർമ്മം ചെയ്ത് തീർക്കേണ്ടത് ചെയ്തല്ലേ പറ്റൂ. അത് നിനക്കായിക്കൊണ്ട്, ഈശ്വരനായിക്കൊണ്ട് ചെയ്തു കൊടുക്കുക. ലോകത്തിന് ഈശ്വരനെന്ന് ചിന്തിക്കണ്ട, ഈ ലോകം തന്നെയാണ്. ഈ കാലത്തിനായി ചെയ്തു കൊടുക്കുക. കാലം നമ്മളിൽ നിന്ന്, കാലമാണ് പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലവും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇന്ന ജോലി നീ ചെയ്തു തന്നു, അതങ്ങ് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. ഫലം ഇച്ഛിച്ചിട്ടല്ല. ജീവിതം നയിക്കുകയും ആധ്യാത്മിക വിദ്യയിലൂടെ പരമേശ്വര പ്രാപ്തിക്കായി ഏതെങ്കിലും സാധനയിലൂടെ ശ്രമിക്കുകയും ചെയ്യുക. സാധനകൾ പലതുണ്ടല്ലോ. യോഗ വഴിയിലൂടെയോ ജ്ഞാന വഴിയിലൂടെ, ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഇങ്ങനെ പല വഴികളുണ്ടല്ലോ മുമ്പ് പറഞ്ഞു തന്ന്. അതിലേതെങ്കിലും സാധനകളിലൂടെ, ഇപ്പം യോഗാഭ്യാസം എല്ലാം ചെയ്തിട്ടും എല്ലാകാം, സാധനകളുടെ ഏതെങ്കിലും സാധന വഴി പരബ്രഹ്മത്തെ നിഷ്കാമമായി ഉപാസിക്കുന്നു. അങ്ങനെയുള്ളവരെന്ത് വേണം? ആ പരബ്രഹ്മത്തിനെ നിഷ്കാമമായി ഉപാസിക്കുന്നു. കാമത്തിലൊന്നും താല്പര്യമില്ലാതെ, സ്വന്തം താല്പര്യത്തിൽ, സ്വന്തം കാര്യത്തിൽ താല്പര്യമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് അതിനെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ളവര് ആ എല്ലാ വിരക്തിയും വന്നിട്ട് ഞങ്ങളുടെ കർമ്മങ്ങൾ, ബാക്കി കിടക്കുന്ന കർമ്മങ്ങളെല്ലാം കാലത്തിനായി സമർപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുന്നു. യോഗമാർഗങ്ങൾ ഉപയോഗിക്കാം, ഏതെങ്കിലും സാധനങ്ങൾ സ്വീകരിക്കാം. ഇതുതന്നെ സംവത്സരപരമായ പരമാത്മാവിനെ ഉത്തരാംഗത്തിൻ്റെ ഉപാസനം. അതാണ് സംവത്സര രൂപമായ, ഈ സർവലോകത്തിൻ്റെയും കാരണമായ, അത് സംവത്സര രൂപത്തിലാണെന്ന്, കാലമെന്ന രൂപത്തിലാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കാലത്തിൻ്റെ ഉത്തരാംഗത്തിൻ്റെ ഉപാസന, അതായത് ഉത്തരായന കാലത്തിൽ ജനിച്ചിട്ട് ഇത്തരം ഉപാസനകളിലൂടെ ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവരെയാണ് ഉത്തരാംഗത്തിൻ്റെ ഉപാസന എന്ന നിലയിൽ പറയുന്നത്. രണ്ടും പരമേശ്വരൻ തന്നെയാണ്. പക്ഷേ മുകളിലുള്ളത് ഉത്തരാംഗമെന്നും താഴെയുള്ളത് ദക്ഷിണാംഗം എന്നും പറയുന്നു. അപ്പം ബൗദ്ധിക സുഖത്തിലൂടെ യജ്ഞം ചെയ്യുന്നവർ ദക്ഷിണാംഗത്തിലൂടെയുള്ള ഉപാസനയും, ആത്മീയതയിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് വിരക്തി വന്നിട്ട് ആ വഴിയിലേക്ക് നീങ്ങുന്നവർ ഉത്തരാംഗത്തിൻ്റെ ഉപാസന എന്ന നിലയിലും യജ്ഞങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഉത്തരായണ മാർഗത്തിലൂടെ സൂര്യലോകത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ ഉപാസിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് സൂര്യനിൽ പോയി ചേരുന്നു. അപ്പം സൂര്യൻ ആത്മാവാണ്, ചന്ദ്രൻ ഹാർഡ്വെയറാണ്, നമ്മളെ ഭൗതിക ശരീരമാണ്, ഭൗതിക ലോകമാണ്, പ്രപഞ്ചമാണ്. അപ്പം നമ്മൾ മരിക്കുമ്പോൾ ചന്ദ്രനിലേക്ക് പോകാം, സൂര്യനിലേക്ക് പോകാം. സൂര്യനിൽ പോയാൽ പിന്നെ തിരിച്ചു വരവില്ല. ഇപ്പുറത്താണെങ്കിൽ ജനിച്ചു മരിച്ച് പോകും. അപ്പം മരിക്കുമ്പോഴും ഉത്തരായനത്തിൽ മരിക്കണം. ജനിക്കുന്നതും ഉത്തരായനത്തിൽ വരിക, മരിക്കുന്നതും ഉത്തരായനത്തിൽ, മറ്റേത് ദക്ഷിണായനം. അതും ആയാൽ പോരാ, മറ്റേ ഗ്രഹങ്ങളുടെ കിടപ്പും എല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ആ അവസ്ഥയെത്തുന്നത്. ഏതവസ്ഥയെത്തണം? ഒന്നിക്ക് വിരക്തി എന്ന അവസ്ഥയിലെത്തുമ്പോൾ നമുക്കതിലൂടെ, മരണത്തിലൂടെ അങ്ങോട്ട് പോകാം, വിരക്തി വന്നാൽ മാത്രം. അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കാം. സമത്വ ജഗത്തിൻ്റെയും പ്രാണകേന്ദ്രം സൂര്യൻ തന്നെ. അപ്പം ഈ ജഗത്തിൻ്റെ പ്രാണൻ എന്നതിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അപ്പം നമ്മൾ പ്രാണനിലാണ് പോയി ലയിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ, അല്ലെങ്കിൽ ചന്ദ്രനിലാണ് പോയി ലയിക്കുന്നത്.
അതുതന്നെ അമരത്വവും അവിനാശിയും നിർഭയമായ അവസ്ഥ. ആ അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ പിന്നെ നമുക്ക് നാശമില്ല, അവിനാശിയാണ്, നിർഭയനാണ്, നമുക്ക് ഒരു ഭയവും ഇല്ല. അല്ലാതെ ഭൗതിക ലോകത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ദുഃഖം കൂടപ്പിറപ്പാണ്, ഭയവും അതിനേപോലെ തന്നെ കൂടപ്പിറപ്പാണ്. ശാശ്വതമായ ശാന്തി എല്ലാം ഉപേക്ഷിച്ച്, ഭാര്യയും മക്കളെയും വസ്തുക്കളെയും എല്ലാം ഉപേക്ഷിച്ച്, ഉടുതുണി അടക്കം ഉപേക്ഷിച്ച്, സന്യാസം സ്വീകരിച്ചിട്ട് ഒരു ബ്രാഹ്മണനെ പോലെ അങ്ങനെ ബ്രഹ്മത്തിലേക്ക് പോയിക്കൊള്ളുക. ഉപനിഷത്ത് പറയുന്ന വഴിയാണ് ഇത്. പുനർജന്മത്തിൻ്റെ ഇതാണ് പരമഗതി. ഇത് പ്രാപിച്ചവൻ പിന്നെ മടങ്ങി വരില്ല. ഇത് പരമഗതിയാണ്. സൂര്യനിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ മരിക്കുമ്പോൾ പരമഗതിയാണ്, പിന്നെ തിരിച്ചു വരില്ല, മടങ്ങി വരില്ല. ഇത് പുനർജന്മത്തിൻ്റെ അന്ത്യപ്രളയമാണ്. പുനർജന്മത്തിൻ്റെ അന്ത്യത്തിലുള്ള പ്രളയമാണ്. ആ പ്രളയത്തിലൂടെ, പ്രളയം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അതുപോലെ പുനർജന്മം എന്ന ഈ ചക്രത്തിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രളയമാണത്. ആ പ്രളയത്തിന് ശേഷം നമ്മളെ പരിപാടി തീർന്നു, നമ്മൾ സൂര്യനിൽ പോയി, നമ്മുടെ ആത്മാവ് സൂര്യനിൽ പോയി. അതായത് സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന ബലങ്ങളാണ് നമ്മളെ നാഡികളിലൂടെ നമ്മളെ ചലിപ്പിക്കുന്നത്. ചന്ദ്രനിലൂടെ വരുന്ന ബലമാണ് ആധിക്യമെങ്കിൽ ഞങ്ങൾ ഭൗതിക ലോകത്തിൻ്റെ പിന്നാലെ ജനിച്ചു മരിച്ചു പോകും. സൂര്യൻ്റെ ആധിക്യം വരുമ്പോൾ നമ്മൾ വിരക്തരായിത്തീരും. എല്ലാവരും അല്ല, ചിലവർ. സൂര്യൻ്റെ ആധിക്യം വരുമ്പോൾ നമ്മൾ വിരക്തി വന്നിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അടുത്ത ക്ലാസ്സിൽ.